ഹലോ ആൻഡ് വെൽക്കം ടു ദ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാരായണൻ്റെ കൊച്ചരയത്തി ദി അരയ വുമൺ എന്ന് പറഞ്ഞ വർക്കാണ്. ആദ്യമേ നാരായണനെ പറ്റി നോക്കാം. അദ്ദേഹം ഒരു ഇന്ത്യൻ ഓഥറാണ് ആൻഡ് ഹീസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ഡെബ്യൂ നോവൽ കൊച്ചരയത്തി, പബ്ലിഷ്ഡ് ഇൻ 1998. ആൻഡ് അദ്ദേഹത്തിൻ്റെ മിക്ക നോവൽസും ഡീൽ ചെയ്യുന്നത് കേരളത്തിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ലൈഫാണ്. ആൻഡ് അതുപോലെ അദ്ദേഹം മലൈ അരയർ എന്ന് പറഞ്ഞ ഒരു ട്രൈബിലാണ് ബിലോങ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹീസ് കൺസിഡേർഡ് ആസ് കേരളാസ് ഫസ്റ്റ് ട്രൈബൽ നോവലിസ്റ്റ്. ആൻഡ് അദ്ദേഹം ജനിച്ചത് 1940 ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ലിറ്റററി കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പീരിയോഡിക്കൽസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം ഈ ഒരു നോവൽ കംപ്ലീറ്റ് ചെയ്തത് 1988 പക്ഷേ 10 വർഷത്തിന് ശേഷമാണ് DC ബുക്സ് ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്ത ശേഷം ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1999 കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് കാതറിൻ തങ്കമ്മയാണ്. അതിൻ്റെ ടൈറ്റിൽ കൊച്ചരയത്തി ദി അരയ വുമൺ. ആൻഡ് പബ്ലിഷ് ചെയ്തത് 2011 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ്. അതുപോലെ അതിന് ദി എക്കണോമിക്സ് ക്രോസ്വേർഡ് ബുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ കാറ്റഗറിയിൽ 2011. അതുപോലെ ഈ നോവലിനെ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പഹാദിൻ എന്ന പേരിൽ. സോ അദ്ദേഹത്തിൻ്റെ നോവൽസ് വന്ദനം, അതുപോലെ ഈ വഴിയിൽ ആളേറെയില്ല, പെണ്ണുങ്ങൾ പണിയുന്ന നഗരം, അതുപോലെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ഉണ്ട് നിസ്സഹായൻ്റെ നിലവിളി, പെലമറുത, കഥകൾ നാരായണൻ. സോ ഈ ഒരു നോവലിൽ കാണിക്കുന്നത് മലൈ അരയർ എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ലൈഫാണ്. ആൻഡ് അവർ താമസിച്ചിരുന്നത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഡിസ്ട്രിക്ട്സിലാണ്. സോ ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞിപ്പെണ്ണ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള കൊച്ചുരാമനുണ്ട്. നോവൽ പബ്ലിഷ് ചെയ്തത് 1998. സോ ഇതിലെ ക്യാരക്ടേഴ്സ് നോക്കാം. കുഞ്ഞിപ്പെണ്ണ് എന്ന് പറയുന്നത് വരിക്കമകൾ ഇറ്റിയടി എന്ന് പറയുന്ന എൽഡർലി മലയരയൻ്റെ മകളാണ്. കൊച്ചുരാമൻ എന്ന് പറയുന്നത് ഒരു ഓർഫനാണ്. ശേഷം ഈ കുഞ്ഞിപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. കുഞ്ഞടിച്ചൻ എന്ന് പറയുന്നത് കുഞ്ഞിപ്പെണ്ണിൻ്റെ ബ്രദറാണ്. പാപ്പി എന്ന് പറയുന്നത് കുഞ്ഞടിച്ചൻ്റെ വൈഫ്, അതുപോലെ കുഞ്ഞിപ്പെണ്ണിൻ്റെ സിസ്റ്റർ ഇൻ ലോയാണ്. നാരായണൻ എന്ന് പറയുന്നത് ഈ കുഞ്ഞിപ്പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടിയിരുന്ന ആളാണ്. പക്ഷേ കൊച്ചുരാമനാണ് ആക്ച്വലി കല്യാണം കഴിച്ചത്. കുഞ്ഞിക്കുട്ടൻ എന്ന് പറയുന്നത് കുഞ്ഞിപ്പെണ്ണിൻ്റെയും കൊച്ചുരാമൻ്റെയും ആദ്യത്തെ മകനാണ്. പക്ഷേ വീട് തീ പിടിക്കുമ്പോഴത്തേക്ക് ആ മകൻ മരിച്ചു പോകുന്നുണ്ട്. പാർവതി എന്ന് പറയുന്നത് കുഞ്ഞിപ്പെണ്ണിൻ്റെയും കൊച്ചുരാമൻ്റെയും സെക്കൻഡ് ഡോട്ടറാണ്. ശേഖരൻ എന്ന് പറയുന്നത് ഇതേ കപ്പിളിൻ്റെ ഏറ്റവും ഇളയ മകനാണ്. സോ പത്മനാഭൻ എന്ന് പറയുന്നത് ഈ പാർവതിയുടെ ഹസ്ബൻഡാണ്. രാഘവൻ എന്ന് പറയുന്നത് ഇതുപോലെ പാർവതിയെ കല്യാണം കഴിക്കേണ്ടിയിരുന്ന ആളാണ് രാഘവൻ എന്ന് പറയുന്നത്. പക്ഷേ പത്മനാഭനാണ് കല്യാണം കഴിക്കുന്നത്. അതുപോലെ പട്ടത്തിൽ കുഞ്ഞുണ്ണിപ്പിള്ള എന്ന് പറയുന്ന ആളുണ്ട്. അയാൾ ഈ ദേവസ്വം ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ചാർജിലുണ്ടായിരുന്ന ആളാണ്. ആൻഡ് അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പർ കാസ്റ്റ് ഹിന്ദുവിനെയാണ്. ആൻഡ് അവരാണ് ഈ ഒരു അരയർ കമ്മ്യൂണിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അവരിങ്ങനെ അരയറുടെ കയ്യിൽ നിന്നും ടാക്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ ഒരു അപ്പർ കാസ്റ്റ് ഹിന്ദു പറയുന്നത് ഈ ലാൻഡ് കിങ്ങിനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളിവിടെ താമസിക്കണമെങ്കിൽ ടാക്സ് പേ ചെയ്യണമെന്നാണ് പറയുന്നത്. ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 1/3 ഓഫ് ദ ഈൽഡ് ഓഫ് ക്രോപ്സ് ഇൻ എവറി സീസൺ. എല്ലാ സീസണിലും ആ ഒരു 1/3 ക്രോപ്പ് കൊടുക്കണം എന്നതാണ്. സോ കണ്ടത്തിൽ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. സോ ഈ ഒരു മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുസും എല്ലാം ഈ ഒരു അരയർ കമ്മ്യൂണിറ്റിയെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് നമ്മുടെ കണ്ടത്തിൽ കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. ഒറ്റത്തെങ്ങൻ ദേവസ്യ എന്ന് പറയുന്നത് ഒരു വില്ലേജിലെ ഗുണ്ടയാണ്. അവർ അരയർ കമ്മ്യൂണിറ്റി റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അതുപോലെ ഈ ഒറ്റത്തെങ്ങൻ ദേവസ്യ എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. കുഞ്ഞെറുക്കൻ എന്ന് പറയുന്നത് ഈ ഒരു കൊച്ചുരാമനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബോയാണ്. ഈ കള്ളന്മാരിൽ നിന്നൊക്കെ രക്ഷിക്കാനും ഹെൽപ്പ് ചെയ്യാനും വേണ്ടി നിൽക്കുന്ന ഒരു പയ്യനാണ്. കൊച്ചുപിള്ള ആശാൻ എന്ന് പറയുന്നത് അരയ ചിൽഡ്രനെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ആൻഡ് അതുപോലെ കൊച്ചുരാമനെയും കൊച്ചുപിള്ള ആശാൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ക്രോപ്സൊക്കെ ട്രേഡ് ചെയ്യേണ്ടത്, ഈ ട്രേഡേഴ്സ് ചീറ്റ് ചെയ്യാണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്ന് പറയുന്ന കാര്യം. അതുപോലെ കൊച്ചുമാധവൻ എന്ന് പറയുന്നത് പാർവതിയുടെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു പയ്യനാണ്. കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പറാണ്. ആൻഡ് അതുപോലെ പാർവതി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഫ്രണ്ടായിട്ടുള്ള പത്മനാഭനുമായിട്ട് പാർവതി സ്നേഹത്തിലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കൊച്ചുമാധവൻ ആ ഒരു വിഷങ്ങ് ഇല്ല വേണ്ടാന്ന് വെച്ചു. സോ ഇനി ഇതിൻ്റെ സമ്മറി നോക്കാം. സോ ഈ നോവലിൽ 19 ചാപ്റ്റർ ഉണ്ട്. മലയേറിയ ലൈഫ് സ്റ്റൈലാണ് കാണിക്കുന്നത്. അവിടുത്തെ റിച്വൽസും ബിലീഫ്സും ഒക്കെ തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ ഈ അരയ കമ്മ്യൂണിറ്റി ആ ഒരു ഹിസ്റ്ററിയിൽ ഫേസ് ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രീ കൊളോണിയൽ ആണെങ്കിലും പോസ്റ്റ് കൊളോണിയൽ ഇറയിലും ഒക്കെ അവർ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഈ വരിക്കമകൾ ഇട്ടിയടി അരയൻ എന്ന് പറയുന്ന ആൾക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, കുഞ്ഞിപ്പെണ്ണ് അതുപോലെ കുഞ്ഞടിച്ചൻ. കുഞ്ഞിപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ഗേളായിരുന്നു. അതേസമയം കുഞ്ഞടിച്ചൻ എന്ന് പറഞ്ഞാൽ ലേസി ആയിട്ടുള്ള ബ്രദറായിരുന്നു. സോ ഇവർക്ക് കല്യാണപ്രായമായ സമയത്ത് ഈ പാപ്പിയെ കൊണ്ട് നമ്മുടെ കുഞ്ഞടിച്ചനെ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. ബട്ട് പാപ്പീസ് കസിൻ ബ്രദർ നാരായണൻ, ദി കസ്റ്റമറി ഗ്രൂം ഓഫ് കുഞ്ഞിപ്പെണ്ണ്, ഇസ് നോട്ട് ആൻ എഗ്രിയബിൾ മാച്ച് ഫോർ ദി സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ കുഞ്ഞിപ്പെണ്ണ്. സോ അപ്പോൾ ഈ ഒരു കസിൻ ബ്രദറായിട്ടുള്ള നാരായണനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ കുഞ്ഞിപ്പെണ്ണിന് അത്ര യോജിച്ചൊരു പയ്യനല്ല അത്. അതുപോലെ കുഞ്ഞിപ്പെണ്ണിന് ഇഷ്ടവുമല്ല. സോ പാപ്പി ഈ ഒരു മാരേജ് നടത്താൻ വേണ്ടി കുറേ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞടിച്ചന് ഇട്ടിയടിക്കും വലിയ ആഗ്രഹമൊന്നുമില്ല, സ്യൂട്ടബിൾ മാച്ച് അല്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഈ അരയ കമ്മ്യൂണിറ്റിയുടെ ഇതനുസരിച്ച് സർട്ടൺ ഫാമിലീസിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് ഈ കൊച്ചുരാമൻ ഈ മെഡിസിനൽ ഹെർബ്സിനെ പറ്റിയൊക്കെ ഭയങ്കര നോളജാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ആൻഡ് അതുപോലെ കൊച്ചുരാമൻ കുഞ്ഞിപ്പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് നാരായണൻ ഭയങ്കര ജലസായിട്ട് ഈ കുഞ്ഞിപ്പെണ്ണ് കുളിക്കാനുള്ള വെള്ളത്തിൻ്റെ അകത്ത് ഈ ചൊറിയണം മിക്സ് ചെയ്ത് വെക്കും. അത് കാരണം കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര റാഷസ് വരികയും കൊച്ചുരാമൻ ഭയങ്കര മെഡിസിനൽ ഹെർബ്സിനെ പറ്റി അറിയുന്ന ആളായതുകൊണ്ട് ഇത് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാരേജ് ഭയങ്കര സ്മൂത്തായിട്ട് നടന്നു. എല്ലാവർക്കും ആ ഒരു കല്യാണത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു. കൊച്ചുരാമൻ ഒരു ലവിങ് ആൻഡ് കെയറിങ് ഹസ്ബൻഡായിരുന്നു. ആൻഡ് കുഞ്ഞിപ്പെണ്ണോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡായിരുന്നു. ആൻഡ് ഇട്ടിയടി ഇവർക്ക് കൊടുത്ത ലാൻഡിൽ ഈ കൊച്ചുരാമൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കൊച്ചുരാമൻ ഒരു ഓർഫണായിരുന്നു. കുഞ്ഞിപ്പെണ്ണിൻ്റെ വീട്ടിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, സ്വന്തമായിട്ടൊരു വീട് വെക്കുന്നവരെ. സോ അരയ പീപ്പിൾ ജീവിക്കുന്നത് ഫോറസ്റ്റിലാണ്. ആൻഡ് അവർ ഫോറസ്റ്റിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ടാണ് അവരൊരു ഫാമിംഗ് നടത്തുന്നത്. പക്ഷേ ഇങ്ങനെ ഈ ഫോറസ്റ്റ് ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് വൈൽഡ് അനിമൽസ് അവരെ ക്രോപ്സിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. സോ ഈ അരയേഴ്സ് ഹണ്ടിങ്ങും ചെയ്യാറുണ്ട്. അവർക്ക് ലോക്കലി മെയ്ഡ് ഗൺസൊക്കെ ഉണ്ട്. അവരെന്ത് മീറ്റ് വേണോ കഴിക്കും, ഫോൾസ് ആണെങ്കിലും വൈൽഡ് ബോസ് ആണെങ്കിലും സ്ക്യൂറൽസ് ആണെങ്കിലും. പക്ഷേ ബീഫ് മാത്രം അവർ കഴിക്കത്തില്ല. ബട്ട് ദ റിസ്ക് ഓഫ് അപ്പോൾ ഈ ബീഫ് എന്ന് പറഞ്ഞ സംഭവം അവർക്ക് ടാബു ആയതുകൊണ്ട് അവരത് കഴിക്കത്തില്ല. കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും കൂടെ ഒരു ഏറുമാടത്തിലാണ് താമസിക്കുന്നത്. അപ്പം കൊച്ചുരാമൻ ആ ഒരു ക്രോപ്സിനെ ഭയങ്കര എന്തൊക്കെ റിസ്ക് ഉണ്ടെങ്കിൽ പോലും ആ ക്രോപ്സിനെ ഗോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഇട്ടിയടി ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആവുന്നുണ്ട്. അപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണ് ഫസ്റ്റ് ചൈൽഡുമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നത്. പാപ്പി കുറച്ച് ജലസാണ്, കാരണം അവരുടെ ആ ഒരു യൂണിറ്റിയൊക്കെ, ആ ഒരു കപ്പിളിൻ്റെ യൂണിറ്റ് കാണുമ്പോൾ പാപ്പി കുറച്ച് ജലസായിട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ജലസാവുന്നത് കുഞ്ഞിപ്പെണ്ണ് മദറാവാൻ പോകുന്നു എന്നറിയുമ്പോഴത്തേക്കാണ്. സോ ഇത്ര ജലസി ഉണ്ടെങ്കിൽ പോലും കുഞ്ഞിപ്പെണ്ണിനെ ആ ലേബറിൻ്റെ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ പാപ്പിയാണ്. ആൻഡ് കുഞ്ഞിക്കുട്ടൻ അപ്പോഴാണ് ജനിക്കുന്നത്. സോ അതിനുശേഷം കൊച്ചുരാമൻ നല്ലൊരു വീട് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ആയ ശേഷം കുഞ്ഞിപ്പെണ്ണ് ഇവർ പുതിയ വീട്ടിലോട്ട് മാറുന്നുണ്ട്. പാപ്പിക്കും കുഞ്ഞടിച്ചനും അവർക്ക് ഭയങ്കര ജലസാണ്. കാരണം കുഞ്ഞിപ്പെണ്ണിപ്പോൾ ജീവിക്കുന്ന ലാൻഡിൽ തന്നെ ഭയങ്കര ക്രോപ്സൊക്കെ ഉള്ള നല്ലൊരു വീടൊക്കെ അവർ വെച്ചില്ലേ. സോ അത് കാരണം മറ്റവർക്ക് ജലസാണ്. സോ ആ ഒരു സമയത്താണ് അവിടെ സ്മോൾ പോക്സ് വന്നത്. അതുപോലെ ആ ക്രോപ്സിൻ്റെ ഹാർവസ്റ്റൊക്കെ നശിച്ച് പോയത്. പെപ്പറായാലും കോക്കനട്ട്, ടപ്പിയോക്ക, യാംസ്, അറേക്ക നട്ട്. സോ
സ്മോൾ പോക്സിന് ശേഷം ആ അരയാ ലാൻഡിൽ ഭയങ്കര ഡ്രോട്ടായിട്ട് മാറി. സോ അവർക്ക് ഇറിഗേഷൻ ടെക്നിക്സിനെ പറ്റിയൊന്നും അറിയാത്തതുകൊണ്ട് ക്രോപ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിപ്പോയി. ആ ലാൻഡിലും ഫുൾ വെള്ളമില്ലാണ്ട് പോയി. അതിൻ്റെ ഒരു ഫോറസ്റ്റ് ഫുൾ ഇങ്ങനെ ചൂട് സീസൺ ആയതുകൊണ്ട് വൈൽഡ് ഫയർ വന്ന് അതുപോലെ ഇവരുടെ വീടിനും തീ പിടിക്കും. വീട്ടിൽ തീ പിടിക്കുമ്പോഴത്തേക്ക് കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും ഭയങ്കരമായിട്ട് ബേൺഡാവും. ആ ഒരു ഫയറിലാണ് ഇവരുടെ ആദ്യത്തെ മകൻ കുഞ്ഞിക്കുട്ടൻ മരിക്കുന്നത്. ഇത് കാരണം അവരുടെ കുഞ്ഞിക്കുട്ടൻ്റെ പേരൻസ് ആയിട്ടുള്ള കുഞ്ഞിപ്പെണ്ണും കൊച്ചുരാമനും ഭയങ്കര ഡിപ്രഷനിലോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. സോ ഇവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഇവർ വീണ്ടും പാപ്പിയുടെയും കുഞ്ഞടിച്ചൻ്റെയും വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. സോ ആ ഒരു പഴയ ആ ഒരു സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ടാണ് കുഞ്ഞിപ്പെണ്ണ് ഇരിക്കുന്നത്. എന്നാലും കൊച്ചുരാമന് സ്റ്റിൽ ഭയങ്കര സ്നേഹമാണ്. പാപ്പിയാണ് ആ കുഞ്ഞിപ്പെണ്ണെ നോക്കുന്നത്. അരയാസ് ഭയങ്കര പോവേർട്ടിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ റൈസും അതുപോലെ മറ്റു സാധനങ്ങളും ക്രെഡിറ്റായിട്ട് വാങ്ങിയിട്ട് പെപ്പർ കൊണ്ട് തിരിച്ച് റീപേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അരയാസിന് എഴുത്തും വായനയും ഒന്നും തന്നെ അറിയത്തില്ല. അതുകൊണ്ട് മണി ലെൻഡേഴ്സ് ഫേക്ക് ക്രെഡിറ്റ് അക്കൗണ്ട്സ് വെച്ചിട്ട് ഇവരെ പറ്റിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഈ സ്ട്രഗിൾസൊക്കെ ഫൊഗറ്റ് ചെയ്യാൻ വേണ്ടി അരയാൻ കൂടുതലും ഇങ്ങനെ കള്ള് കുടിക്കുന്ന ആൾക്കാരായിട്ട് മാറി. ആൻഡ് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ മറ്റൊരു ഡേഞ്ചറായിരുന്നു ഈ ആൽക്കഹോളിസം എന്ന് പറയുന്നത്. പാപ്പി പ്രഗ്നൻ്റ് ആവുകയും രാഘവൻ എന്ന മകൻ ജനിക്കുകയും ചെയ്യുന്നു. സോ പെപ്പറിൻ്റെ അടുത്ത സീസൺ ആയപ്പോഴത്തേക്ക് കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും കൂടെ പുതിയ വീട്ടിലോട്ട് താമസം മാറുന്നുണ്ട്. കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും കൂടെ ഈ പെപ്പർ വൈൻസ് കൾട്ടിവേറ്റ് ചെയ്യുന്നു. കൊച്ചുരാമൻ ഈ കള്ള് കുടിക്കുന്ന ശീലം തുടങ്ങുന്നു. ഈ പൈസ കിട്ടുന്നത് പോലെ ഇങ്ങനെ വെള്ളം അടിക്കാനും തുടങ്ങുന്നുണ്ട്. സോ അതുപോലെ കുറച്ചും കൂടെ ഫോറസ്റ്റ് ലാൻഡ് ക്ലിയർ ചെയ്തിട്ട് വേറെ കുറച്ച് ക്രോപ്സും കൂടെ നമ്മുടെ കൊച്ചുരാമൻ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹാർവസ്റ്റ് സീസൺ ആകുമ്പോഴത്തേക്ക് അരയാ ഹിൽസ് ഭയങ്കര പ്രോസ്പർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പർ കാസ്റ്റ് മെൻ വന്നിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ആൻഡ് ഈ ഫോറസ്റ്റ് ഗാർഡ്സ് അവരുടെ കയ്യിൽ നിന്ന് ടാക്സും മറ്റ് ബ്രൈബ്സും ഒക്കെ എടുക്കും. സോ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത് ട്രാവൻകൂർ കിങ്ങിനുള്ളതാണ്, അല്ലെങ്കിൽ ലോർഡ് അയ്യപ്പയുടെ ടെമ്പിളിനുള്ളതാണ്. അതുകൊണ്ട് ടാക്സ് തന്നേ പറ്റത്തുള്ളൂ. അതുപോലെ ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം ട്രേഡേഴ്സ് ആണെങ്കിൽ ഈ തെറ്റായിട്ടുള്ള വെയിങ് സ്കെയിൽസൊക്കെ വെച്ചിട്ട് ഇവരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കൊച്ചുരാമൻ പക്ഷേ ഇതിൽ നിന്നൊന്നും ഇവരുടെ ഈ ട്രാപ്സിലൊന്നും വീഴത്തില്ല. കുഞ്ഞിപ്പെണ്ണ് വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണ് ഡോട്ടർ പാർവതി ജനിക്കുന്നത്. പാർവതിക്ക് ശേഷമാണ് ശേഖരൻ ജനിക്കുന്നത്. സോ ഇപ്പോൾ അവരുടെ വീട്ടിലൊരു മെയ്ഡുണ്ട്, മാധവി എന്ന് പറയുന്നത്, കിച്ചണിൽ സഹായിക്കാൻ വേണ്ടി. അരയർ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും റിച്ചസ്റ്റ് മാനായിട്ട് കൊച്ചുരാമൻ മാറുന്നുണ്ട്. സോ ഈ അരയ മെൻ ഇവരിങ്ങനെ ഈ പെപ്പറും സെല്ല് ചെയ്ത ശേഷം മണിയും കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒറ്റത്തെങ്ങൻ ദേവസി അതുപോലെ ചെട്ടി പാപ്പൻ പിള്ള ഇവരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അരയ വുമണിനെ ഈ ഗുണ്ടകൾ റേപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഈ കൊച്ചുരാമനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് കൂടെ മറ്റേ കുഞ്ഞിറക്കൻ എന്ന് പറഞ്ഞ പയ്യനുണ്ട്. സോ ഈ കുഞ്ഞിറക്കൻ ഈ ഒരു ഗുണ്ടയെ ഏകദേശം കൊന്നു ആൻഡ് ഇവരിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഈ ശാസ്ത ടെമ്പിളിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ചാർജിലുള്ള ആളാണ് പട്ടത്തിൽ കുഞ്ഞുണ്ണി പിള്ള എന്ന് പറയുന്നത്. സോ അയാൾ ഇതുപോലെ അരയാസിൽ നിന്നും ടാക്സ് മേടിക്കാൻ വേണ്ടി വരുന്നു. കുഞ്ഞുണ്ണി പിള്ള ഈ ഒരു 1/3 ഓഫ് ദി പെപ്പർ വേണമെന്നാണ് പറയുന്നത്, കാരണം ഇത് അയ്യപ്പൻ്റെ ലാൻഡ് ആയതുകൊണ്ട്. ആൻഡ് ഇപ്പോൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയും അടിച്ചാണെങ്കിലും വാങ്ങിക്കൊണ്ട് പോകും. അതുപോലെ ഇതും പോരാഞ്ഞിട്ട് ഈ അരയാസിൻ്റെ കയ്യിൽ നിന്ന് ഈ ടെമ്പിൾ ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴത്തേക്കും കോൺട്രിബ്യൂഷൻസ് ഡിമാൻഡ് ചെയ്യും. പക്ഷേ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അവിടെ ഈ ടെമ്പിൾസിൽ ലോ കാസ്റ്റിന് എൻട്രി ഇല്ല, എന്നിട്ടും ഇവരുടെ പൈസ ഇവർ മേടിക്കുന്നുണ്ട്. സോ പോലീസിനെ യൂസ് ചെയ്ത് ഇവർ ബീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോറസ്റ്റ് അതോറിറ്റീസും വന്നിട്ട് ഇത് ട്രാവൻകൂർ സ്റ്റേറ്റിൻ്റെ ലാൻഡാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് റോസ് വുഡും അതുപോലെ ടീക്കും ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. സോ ഇങ്ങനത്തെ മരങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അവർ ആ ഫാമും അരയറിൻ്റെ ഹൗസസൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അരയർ കണ്ടത്തിൽ കൃഷ്ണപിള്ളയെ കാണുന്നത്. അതെന്ന് പറയുന്ന ആ കുഞ്ഞുണ്ണി പിള്ള എന്ന് പറഞ്ഞ ആളുടെ റൈവലാണ്. സോ കൃഷ്ണപിള്ളയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നത്.
സോ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ജീവിക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെയോ ഒന്നും അല്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യവും ഇല്ല. ആൻഡ് അയാളൊരു ഈ അരയാസിൻ്റെ പ്രൊട്ടക്ടറായിട്ട് മാറുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എഗൻസ്റ്റ് ആയിട്ട് കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഈ അപ്പർ കാസ്റ്റ് പീപ്പിളിന് അഗേൻസ്റ്റ് ആയിട്ട്. സോ കൃഷ്ണപിള്ളയ്ക്ക് മനസ്സിലായി എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ അരയാസ് ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചുപിള്ള ആശാൻ എന്ന് പറയുന്നൊരു ആശാനെ ഈ അരയ ഹില്ലോട്ട് പറഞ്ഞു വിട്ടു, ഒരു കളരി തുടങ്ങാൻ വേണ്ടി, കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കൊച്ചുരാമൻ്റെ ഹെൽപ്പോട് കൂടി ആശാൻ സരസ്വതി വിലാസം കളരി കൊച്ചുരാമൻ്റെ വീടിൻ്റെ അടുത്ത് തുടങ്ങുന്നുണ്ട്. എല്ലാ കുട്ടികളും അവിടെ പോയി എഴുതാനും വായിക്കാനൊക്കെ പഠിക്കുന്നുണ്ട്. ആൻഡ് ആശാൻ കൊച്ചുരാമന് പറയുന്നുണ്ട് എങ്ങനെയാണ് ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ളത്, എങ്ങനെയാണ് നല്ല പ്രൈസിൽ ക്രോപ്സ് സെല്ല് ചെയ്യാനുള്ളത് എന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ വെറുതെ വെള്ളം അടിച്ച് പൈസയൊന്നും കളയരുത് എന്നും പറയുന്നുണ്ട്. അതുപോലെ കൊച്ചുരാമൻ്റെ 2 കുട്ടികളെയും കൊച്ചുരാമൻ ഈ കളരിയിലോട്ട് പറഞ്ഞു വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സ്കൂളിലോട്ടും വിടുന്നുണ്ട്. സോ ഈ ഒരു സമയത്താണ് പെൻഡക്കോസ്റ്റൽ ചേർച്ചും CMS പ്രൊട്ടസ്റ്റൻ്റ് ചേർച്ചും കൂടെ ലൂക്കാസിനെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. കുറച്ച് പേരൊക്കെ കൺവേർട്ട് ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ കൊച്ചുരാമനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൺവേർട്ട് ആയിട്ടില്ലായിരുന്നു. സോ അവർക്ക് മനസ്സിലായി, കാരണം ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇവരിപ്പോൾ കൺവേർട്ട് ചെയ്ത് പോയാൽ പോലും അവർക്ക് മീൻസ് ഇവിടവും ഇല്ല അവിടവും ഇല്ലാത്ത ആ ഒരു ഇതിലോട്ടേ പോകത്തുള്ളൂ, അല്ലാണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് അതിൽ നിന്നൊന്നും കിട്ടത്തില്ല എന്ന് ഇവർക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു. സോ പാർവതി എന്ന് പറയുന്നത് കൊച്ചുരാമൻ്റെയും കുഞ്ഞിപ്പെണ്ണൻ്റെയും മകളാണ്. ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അതേസമയം ശേഖരൻ എന്ന് പറയുന്നത് ഭയങ്കര ലേസി ആൻഡ് കെയർലെസ് ആയിട്ടുള്ള ആളാണ്. അപ്പം പാർവതിയുടെ കസ്റ്റമറി ഗ്രൂമാണ് രാഘവൻ എന്ന് പറയുന്നത്, മറ്റേ പാപ്പിയുടെ മകൻ. സോ വളർന്നു വരുമ്പോഴത്തേക്ക് പാർവതി ഭയങ്കര അട്രാക്റ്റീവ് ആകുന്നു. കൊച്ചുമാധവനും പത്മനാഭനും ഒരുപോലെ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് പാർവതിയെ. പക്ഷേ പാർവതിക്ക് പത്മനാഭനെയാണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കൊച്ചുരാമൻ ആ ഒരു ഇത് മാറിയിട്ട് അയാൾ കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി. ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നു, കൊച്ചുമാധവൻ കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നു. അതുപോലെ കൊച്ചുരാമൻ ഈ ഒരു പാർട്ടിയിൽ പാർട്ടിയിലോട്ട് മെമ്പർ ആവുന്നതിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മെമ്പർ ആവുന്നത്. വയസ്സായി ഈ ആശാൻ മരിക്കുന്നുണ്ട്. ആശാൻ മരിക്കുന്ന ശേഷം കൊച്ചുരാമൻ ഭയങ്കര ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ പാർവതിയും പത്മനാഭനും കൂടെ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പത്മനാഭന് ജോലി കിട്ടുമ്പോഴത്തേക്ക്. സോ സ്കൂൾ പാസ്സാകുന്ന സമയത്ത് ഈ പത്മനാഭന് കൊച്ചിൻ പോർട്ടിൽ ക്ലർക്കായിട്ട് ജോലി കിട്ടും. അങ്ങനെ പാപ്പി വന്നിട്ട് ഈ രാഘവന് വേണ്ടി പാർവതിയെ ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ കുഞ്ഞിപ്പെണ്ണും കൊച്ചുരാമനും അത് അത്ര ഇഷ്ടമല്ല, കാരണം രാഘവൻ സ്കൂൾ ഫിനിഷ് ചെയ്തിട്ടുമില്ല, ജോലിയുമില്ല. അതുപോലെ പാർവതിക്കും എറണാകുളത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിവിഷൻ ക്ലർക്കായിട്ട് ജോലി കിട്ടുന്നുണ്ട്. കൊച്ചുരാമന് ഭയങ്കര സന്തോഷമായി, കാരണം ഡോട്ടറിന് ഇനി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. കാരണം കൊച്ചുരാമനും വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഈ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഈ കുഞ്ഞിപ്പെണ്ണിൻ്റെ ജ്വല്ലറിയും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പാർവതിയെ എറണാകുളത്തോട്ട് വിടുന്നുണ്ട്. അങ്ങനെ കൊച്ചുരാമൻ്റെ അടുത്ത് പത്മനാഭൻ പാർവതി കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ടെന്ന് വന്ന് പറയുന്നു. പക്ഷേ ഈ കൊച്ചുരാമൻ ഭയങ്കര ഷോക്ക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, കാരണം തൻ്റെ അച്ഛനെ സഹായിക്കാണ്ട് കല്യാണം കഴിച്ച് പോകാനാണ് പാർവതിക്ക് കൂടുതൽ താല്പര്യം എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക്. പിന്നെ അതുപോലെ അയാൾ വിചാരിക്കുന്നുണ്ട്, കാരണം ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇനി പാർവതിയുടെ കയ്യിൽ നിന്നും പൈസയൊന്നും കിട്ടത്തില്ല എന്ന് പറയുന്നൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ കൊച്ചുരാമൻ പറയുന്നുണ്ട്, പറ്റത്തില്ല, ഈ വർഷം വെഡിങ് എക്സ്പെൻസ് ഒന്നും ബെയർ ചെയ്യാനുള്ള ഇത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം പാർവതിക്ക് മനസ്സിലായി അച്ഛൻ എന്തായാലും മകളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പത്മനാഭൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം കൊച്ചുരാമൻ ഭയങ്കര ആംഗ്രി ആയിട്ട് ഭയങ്കര ദേഷ്യം വന്നു, കാരണം ഡോട്ടർ സ്വന്തം വിഷസിന് എഗൻസ്റ്റ് ആയിട്ടാണ് മാരി ചെയ്തത്. ആൻഡ് ഹി സ്റ്റാർട്ട്സ് ടു ഡ്രിങ്ക് ഹെവിലി. സോ ഈ ഡ്രിങ്കിങ് കാരണം സ്റ്റൊമക്ക് അൾസേഴ്സ് വരികയും ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്നു. കുഞ്ഞിപ്പെണ്ണും ശേഖരനും കൂടെ ഈ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും മണി ബോറോ ചെയ്യുന്നു. ആൻഡ് അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നു. അവരുടെ ലാൻഡ് പോലും വിൽക്കേണ്ടി വരുന്നു. വിറ്റ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നു. അങ്ങനെ പാർവതി ഈ ഒരു അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി ഹസ്ബൻഡിൻ്റെ കൂടെ വരുന്നു. പക്ഷേ കൊച്ചുരാമൻ അവളുടെ കയ്യിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് പോലും വാങ്ങുന്നില്ല. പാർവതി പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് അച്ഛനെ കാണാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും കൊച്ചുരാമൻ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അതുപോലെ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണും അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഓപ്പറേഷൻ ചെയ്താലേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. ഷീ ഹിയേഴ്സ് മെനി
റൂമേഴ്സ് അബൌട്ട് ഹൗ ഡോക്ടേഴ്സ് പെർഫോം ഓപ്പറേഷൻ ഇൻ പേഷ്യൻസ് വിത്തൗട്ട് യൂസിങ് അനസ്തേഷ്യ. ഓക്കെ. അപ്പോൾ ഈ അനസ്തേഷ്യ ഇല്ലാണ്ട് ഓപ്പറേഷൻസ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയൊക്കെ കേട്ട് ഇവർക്ക് രണ്ടുപേർക്കും പേടിയായി. അങ്ങനെ ഓപ്പറേഷന് മുന്നേ ഇവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്യുന്നത്. സോ കൊച്ചുരാമനും ഭയങ്കര പേടിയുണ്ട് ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിൽ. സോ അവർ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുന്ന ഈ ഒരു ഇതിലാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. സോ എന്താണ് ഇനി അവർ വെയിറ്റ് ചെയ്യുന്നത് എന്ന് ഉള്ളത് കൊണ്ട് ഈ ഒരു നോവൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിൽ വരുന്ന തീംസ് എന്ന് പറയുമ്പോൾ ഐഡൻറ്റിറ്റി വരുന്നുണ്ട്. അബോറിജിനൽ ലിറ്ററേച്ചറിൻ്റെ തന്നെ ഏറ്റവും ഒരു കോമൺ ആയിട്ട് വരുന്ന തീമാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ലാൻഡ് ഒരു തീമായിട്ട് വരുന്നുണ്ട്. കാരണം ഈ ആദിവാസീസാണ് ഈ ഒരു ലാൻഡിൻ്റെ ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ മലയരയർ തന്നെയാണ് ശരിക്കുമുള്ള ലാൻഡിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ മറ്റാൾക്കാരാണ് ഇവരെ അതിൽ നിന്നെടുത്ത് മാറ്റുന്നത്. അവർക്ക് അവിടെ ജീവിക്കണമെങ്കിൽ പല കൈൻഡ്സ് ഓഫ് ടാക്സുകളൊക്കെ കൊടുക്കേണ്ടി വരുന്നു. അതുപോലെ അവരുടെ ആ ഒരു ലാൻഡിനെ അവർ എത്രത്തോളം കൾട്ടിവേറ്റ് ചെയ്യുന്നു, ആ ഒരു ലാൻഡ് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്. സോ ആ അരയർ കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെയുള്ള ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്. കാരണം അവർ എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യണമെങ്കിലും അവരെപ്പോഴും അവർ സ്വന്തം ഫാമിലി നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ഒരു രീതിയാണ്. അതുപോലെ തന്നെ അവർ വാട്ട് ഇസ് ഗോൺ ഇസ് ഗോൺ, പോയത് പോട്ടെ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. സോ ഈ ഒരു നോവലിൽ ഈ നമ്മുടെ മലയരയർ കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് കൾച്ചറൽ കോഡ്സൊക്കെ ഉണ്ട്, വേർബൽ കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അച്ഛൻ എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ഇൻറ്റിമസിയും അതുപോലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ റെസ്പെക്റ്റുമാണ്. അതുപോലെ ആക്രി എന്ന് പറയുന്നത് ആർക്കറിയാം എന്ന് പറയുന്ന സംഭവം. അതുപോലെ ബോഡിലി കോഡ്സ് പറയുന്നുണ്ട്. ഈ അരയ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ബോഡി എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തിയാണ്, ബ്രൗണിഷാണ്. സോ അതെന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ്. പിന്നെ വിമണിനുള്ള ബ്രസ്റ്റ് ക്ലോത്ത്സിൻ്റെ കാര്യം, അയൺ സിക്കിളിൻ്റെ കാര്യം, അതുപോലെ മെനിൻ്റെ ഇയറിങ്ങിൻ്റെ കാര്യം, അതുപോലെ അവിടുത്തെ കുറച്ച് ബിഹേവിയറൽ കോഡ്സ് എന്ന് പറയുമ്പം ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടിയുടെ ഓണർ പാപ്പി ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടിയുടെ ഓണറായിട്ട് മാറുന്ന ഒരു കാര്യം. അതുപോലെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് സെക്കൻഡ് മെമ്പറായിട്ട് മാറുന്ന ആ ഒരു കാര്യം. സോ അതുപോലെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. സോ കുഞ്ഞിപ്പെണ്ണും കൊച്ചുരാമൻ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കപ്പിളാണ്. ആൻഡ് അവർ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കപ്പിളിൽ നിന്നും പിന്നെ ആങ്ഷ്യസ് പാരൻസ് ആയിട്ട് മാറുകയാണ്. ആൻഡ് അതുപോലെ ആശാൻ എന്ന് പറഞ്ഞ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് അവർ ഒരുപാട് അഡ്വൈസേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അതേസമയം പാർവതിയും കുഞ്ഞിപ്പെണ്ണും ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ളൊരു കമ്പാരിസൺ പോലെ എടുക്കാം. കുഞ്ഞിപ്പെണ്ണ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലവിങ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഈ ഒരു പാർവതി എന്ന് പറയുന്നത് ഭയങ്കര സെൽഫ് സെൻറ്റേർഡ്, അതുപോലെ താങ്ക്ലെസ് മോഡേൺ യങ് വുമൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം സ്വന്തം സ്നേഹത്തിന് വേണ്ടി പാരൻസിനെ ഡിസൊബേ ചെയ്ത ഒരാളായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ പാർവതി എന്ന് പറയുന്നത് ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ യങ്ങർ ജനറേഷനായിട്ടും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. കാരണം പാർവതിക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ റിസർവേഷൻസും കിട്ടുന്നുണ്ട്, അത് കാരണം ജോലിയും കിട്ടുന്നുണ്ട്. സോ ഒരു കോൺവെർസേഷനിൽ ഇത് കണക്ക് പറയുന്നുണ്ട്, ഒരുപാട് സാരീസും റിസ്റ്റ് വാച്ചും ഒക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്ന ഒരു കാലത്ത് ഈ അരയ കമ്മ്യൂണിറ്റിയിലുള്ള വിമൺ അവരുടെ അപ്പോൾ ബോഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇതിന് എഗൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ പാർവതി ഇതെല്ലാം പറയുന്നത്. അതുപോലെ ഈ കൊച്ചുരാമൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഹിസ് ഗ്രീഡ് ഫോർ മണി. കൊച്ചുരാമൻ ഈ പൈസയോടുള്ള ഒരിത് കാരണമാണ് പാർവതിയെ കല്യാണം കഴിപ്പിക്കാണ്ടിരുന്നത്. ആ ഒരു കാര്യം, ആ ഒരു പാർവതിയുടെ സാലറി മാക്സിമം കിട്ടാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. സോ ആ ഒരു ഗ്രീഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. സോ ഈ ഒരു നോവലിൽ ആ ഒരു രണ്ട് ജനറേഷൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.